ഇനി നമ്മൾ ഡൽഹിയിലേക്ക് ഗുരുവായൂരപ്പൻ ക്ഷേത്രത്തിലേക്കാണ് പോകുന്നത്. അവിടെ ഉത്തര ഡൽഹിയിലാണ് ഗുരുവായൂരപ്പൻ ക്ഷേത്രം ഉള്ളത്. വിനീത വി ജി അവിടുത്തെ ആഘോഷ പരിപാടികൾ എന്തൊക്കെയാണെന്ന് നമ്മോടൊപ്പം ചേർന്ന് റിപ്പോർട്ട് ചെയ്യുന്നു. വിനീത, ഗുഡ് മോർണിംഗ്, ഓണാശംസകൾ. വിനീത, എന്തൊക്കെയാണ് ഈ ക്ഷേത്രം എന്നുള്ള, ഡൽഹിയിലെ ഈ ക്ഷേത്രം മറ്റുള്ള സ്ഥലങ്ങളിലെ ആളുകൾക്ക് പരിചയം കാണത്തില്ല, വളരെ പ്രശസ്തമായ ക്ഷേത്രമാണ് ഈ ഗുരുവായൂരപ്പൻ ക്ഷേത്രം. പറയൂ വിവരങ്ങൾ. വെരി ഗുഡ് മോർണിംഗ് എസ് കെ. ഞാനിപ്പോ ക്ഷേത്രത്തിലാണുള്ളത്. വളരെ മനോഹരമായൊരു അത്തപ്പൂക്കളം ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ഒരുപക്ഷെ എസ് കെ സൂചിപ്പിച്ചതുപോലുള്ള ഇവിടെയുള്ള ഉത്തരേന്ത്യക്കാർക്കൊക്കെ ഈ നമ്മുടെ ഒരു ഓണവും ഇതിന്റെ ഈ അത്തപ്പൂക്കളവും ഒക്കെ അവർ പരിചയപ്പെടുത്തി കൂടി കൊടുക്കുകയാണ്. മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഈ ഉത്തര ഗുരുവായൂരപ്പൻ ക്ഷേത്രത്തിലെത്തി ഓണനാളുകളിൽ ദർശനം നടത്തിയൊക്കെയാണ് അവരുടെ ഒരു ഓണ ആഘോഷം തുടങ്ങുന്നത്. ഇപ്പോൾ പ്രസിഡന്റ് ഉണ്ട്, സെക്രട്ടറി മേൽശാന്തി, ഇങ്ങനെ എല്ലാവരും ഉണ്ട്. വിപുലമായിട്ടുള്ള ഓണ പരിപാടികൾ, ആഘോഷങ്ങളൊക്കെയാണ് ഈ ഓണനാളുകളിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. എങ്ങനെയാണ് നമ്മളുടെ ഒരു ഓണ ആഘോഷം? എങ്ങനെയാണ് ഇപ്പോൾ ഡൽഹിയിലൊക്കെയുള്ള മലയാളികൾക്ക് നാട്ടിൽ പോയി ഓണം ആഘോഷിക്കാൻ കഴിയില്ല, പക്ഷെ ആ വിഷമം മാറ്റണ്ട, ഇങ്ങോട്ടേക്ക് വന്നാൽ മതി എന്നാണ്. നാട്ടിൽ പോയിട്ട് ഗുരുവായൂർ ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നുണ്ടെങ്കിൽ ഉള്ള ബുദ്ധിമുട്ട് ഇവിടെ ഇല്ല എന്നുള്ളതാണ് ഇവിടുത്തെ പ്രത്യേകത. ഇവിടെ ഭഗവാന്റെ അടുത്ത് പോയി എത്ര നേരം വേണമെങ്കിൽ നിന്ന് പ്രാർത്ഥിക്കാനുള്ള എല്ലാ സൗകര്യവും ഇവിടെ ഉണ്ട്, എല്ലാ ദിവസവും ഉണ്ട്. അതാണ് അതിൻ്റെ ഒരു വിശേഷം. അങ്ങനെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കേരളം മിസ് ചെയ്യാതെ ഡൽഹിയിൽ ജീവിക്കുകയാണെങ്കിൽ മയൂർ വിഹാർ ഉത്തര ഗുരുവായൂരപ്പൻ ടെമ്പിൾ പരിസരത്ത് ജീവിക്കുക എന്നുള്ളതാണ് അതാണ് വരുത്തിയത്. ഇവിടെയുള്ള എല്ലാ മലയാളികളുടെ ആ കൂട്ടായ്മ വളരെ പ്രശംസനീയമാണ്, പറയാതെ വയ്യ. തീർച്ചയായും അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ നാട് മിസ് ചെയ്യുന്ന മലയാളികൾ ഇങ്ങോട്ടേക്ക് വന്നാൽ മതി എന്നാണ് പറയുന്നത്. പ്രസിഡന്റ് ഉണ്ട്, മേൽശാന്തി ഉണ്ട്, ഇന്ന് പ്രത്യേക പൂജയൊക്കെ ഉണ്ട് അല്ലേ? വിശേഷമായിട്ട് പൂജകളൊക്കെ ഉണ്ട്, നാളെയുണ്ട് പൂജ വിശേഷമായിട്ട്. പിന്നെ എല്ലാവർക്കും വരുന്നവർക്കൊക്കെ ഓണസദ്യ വിപുലമായിട്ട് നമ്മൾ വിപുലമായിട്ടുള്ള അത്തപ്പൂക്കള മത്സരമൊക്കെ ഒരുക്കിയിട്ടുണ്ട്. അത് സ്റ്റാഫിന്റെ അത്തപ്പൂക്കള മത്സരമുണ്ട്, അരമണിക്കൂർ കഴിഞ്ഞു അത് തുടങ്ങുന്നതായിരിക്കും. പിന്നെ ഓണം എങ്ങനെയായി? സാധനങ്ങളൊക്കെ വാങ്ങി തുടങ്ങിയോ? വാങ്ങി തുടങ്ങി, ഓൾമോസ്റ്റ് കഴിഞ്ഞു. നിറപുത്തരി കൂടി ഉണ്ട് ഇന്ന് ഇവിടെ അമ്പലത്തിൽ, നിറപുത്തരി കൂടി ഇന്ന് ആഘോഷിക്കുകയാണ്. തീർച്ചയായും എസ് കെ, ഇതാണ് നമ്മുടെ ഡൽഹിയിലുള്ള മലയാളികളുടെ ഓണവിശേഷം. ഇന്ന് ഉത്രാടമാണ്, സാധനങ്ങളൊക്കെ വാങ്ങുന്ന തിരക്കിലാണ്. പക്ഷെ അതിനു മുൻപ് ഇവിടെ എത്തി ഈ ദർശനം നടത്തി മടങ്ങുക എന്നുള്ളതാണ്. ഒപ്പം തന്നെ മലയാളികൾ, നാട് മിസ് ചെയ്യുന്ന മലയാളികളൊക്കെ ഡൽഹിയിലെ ഈ ക്ഷേത്രത്തിലേക്ക് വന്നാൽ മതിയെന്നാണ് അവർ പറയുന്നത്. എസ് കെ, ഓക്കെ, താങ്ക് യു വിനീത വി ജി. ഗുരുവായൂരപ്പൻ ക്ഷേത്രം ഡൽഹി, അവിടെ നിന്നാണ് വിനീത വി ജി നമുക്കൊപ്പം ചേർന്നത്.